പ്രാരംഭമായി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യം വായിക്കാം. Luke chapter 19 verse 14. At the beginning we will read from Luke chapter 19 verse 40. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. And he answered and said unto them, I tell you that if they should hold their peace, the stones would immediately cry out. കല്ലുകൾ ആർത്തു വിളിക്കും. The stones will cry out. ആർത്തു വിളിക്കാൻ കല്ലുകൾക്ക് ജീവനുണ്ടോ? Do the stones have life to cry out? കർത്താവ് വളരെ ഗൗരവപരമായ ഒരു വിഷയം ജനത്തോട് പറയുകയാണ്. The Lord is telling a very serious topic to the crowd. നിങ്ങൾ ഒരിക്കൽ എന്നെ ഏറ്റുപറയുന്ന സമയം അടുത്തു വരുന്നു. The Lord is saying that a time is coming when everybody will confess me. ഇതുപോലെ ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ ചില പ്രത്യേക ജീവികളെ പറ്റി നമുക്ക് ചിന്തിക്കാം. In today's message, I'm going to focus on a few living and non-living things. Job chapter 12, verse 7 to 10. Job chapter 12, verse 7 to 10. Yes. But ask the animals, and they will teach you, or the birds of the air, and they will tell you, or speak to the earth, and it will teach you, or let the fish of the sea inform you. Which of all these does not know that the hand of the Lord has done this? In his hand is the life of every creature and the breath of all mankind. ദൈവത്തിന്റെ 4 സൃഷ്ടികളെ നാം ഇവിടെ കാണുന്നു. We see God's 4 creations here. 3 എണ്ണം ജീവനുള്ളവയാണ്. 3 of them are living. 1 എണ്ണം ജീവനില്ലാത്തത്. And 1 of them is non-living. മൃഗങ്ങൾ, പക്ഷികൾ, fish, മത്സ്യങ്ങൾ. It's animals, birds and fish, living creatures. മറ്റേത് ഭൂമി. And the other one is the earth. യോബ് പറയുകയാണ്, ഈ 4 കൂട്ടം കാര്യങ്ങളോട് നിങ്ങൾ ചോദിക്കുക, അവർ സംസാരിക്കും. Job is saying that ask these 4 things and they will talk to you. അവർ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരും. And they will teach you a few things. മൃഗങ്ങൾ സംസാരിക്കാൻ കഴിയുമോ? Can animals speak? പക്ഷികൾക്ക് സംസാരിക്കാൻ കഴിയുമോ? Can birds speak? ഭൂമിക്ക് സംസാരിക്കാൻ കഴിയുമോ? Can the earth speak? മത്സ്യങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ? And can fish speak? അയ്യോ പറയുന്നു, yes, സംസാരിക്കാൻ കഴിയും. Job is saying that yes, they can speak. നാം നേരത്തെ കണ്ടു, കല്ലുകൾ ആർത്തട്ടഹസിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. We saw that Lord Jesus said that the stones will cry out. അതുപോലെ ഈ 4 കൂട്ടം കാര്യങ്ങൾ, 3 ജീവനുള്ള ക്രിയേഷൻസും 1 ജീവനില്ലാത്ത ക്രിയേഷനും സംസാരിക്കാൻ കഴിയുമെന്ന് ജോബ് നമ്മളോട് പറയുകയാണ്. So Job is saying that these 3 living things and 1 non-living thing, the earth, can speak to us. യോബ് വളരെ ഗൗരവകരമായ ഒരു വിഷയം നമ്മുടെ മുൻപാകെ പ്രസന്റ് ചെയ്യുകയാണ്. Job is presenting a very serious topic to us. തിരുവചനത്തിൽ കാണുന്ന ചില മൃഗങ്ങൾ നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കും. Some animals found in the Bible can teach us a few lessons. അനേക മൃഗങ്ങളെ പറ്റി തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. We read about a lot of animals in the Bible. അതിൽ ചില മൃഗങ്ങൾ നമ്മോട് എന്തു പറയും നമുക്കൊന്ന് ആലോചിക്കാം. And let's look at some of the animals, that what they have to tell us. എല്ലാ ഭാഗം എടുക്കാൻ സമയമില്ല. Daniel 6 verse 22 എടുക്കാൻ സമയമില്ല, ചരിത്രം നമുക്കറിയാം. Let's look at Daniel chapter 6 verse 22. അവിടെ ഒരു മൃഗത്തെ നാം കാണുന്നു. We see an animal there. ബാബിലോൺ സാമ്രാജ്യത്തിലെ ഡാരിയോസ് ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സിംഹക്കുഴി. There was a den of lions in the time of the king Darius. ഒരു ചക്രവർത്തിയുടെ പ്രൗഢിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സിംഹക്കുഴി. And that den of lion was made according to the might of the king. അവിടെ അനേക സിംഹങ്ങൾ കാണും, യാതൊരു സംശയമില്ല. No doubt there might have been a lot of lions in that den. ചക്രവർത്തിയെ അനുസരിക്കാത്തവരെ ശിക്ഷിക്കുവാനുള്ള ഒരു ശിക്ഷാ സമ്പ്രദായമായി സിംഹക്കുഴി ഉപയോഗിച്ചിരുന്നു. And that den of lions was a place of punishment to those who did not obey the king. ഈ ചാപ്റ്റർ 6 verse 24 നാം വായിക്കുന്നത്, ഇരയെ കാണുമ്പോൾ ഇര ആ ഗ്രൗണ്ടിൽ
ആ ഡെന്നിന്റെ ഗ്രൗണ്ടിൽ വീഴുന്നതിന് മുൻപ് ഈ ഇരയെ ചാടി പിടിച്ച് നിലത്തടിച്ച് എല്ലുകൾ അതിന്റെ ബോൺസ് മുഴുവൻ ബ്രേക്ക് ചെയ്ത് ഭക്ഷിക്കുന്ന സംഗതി നാം കാണും. In verse 24 we read that as soon as somebody is dropped there, before the prey come to the ground, they jump and kill them. ഇവിടെ ഈ ഭാഗത്ത് നാം കാണുന്നു, ഡാനിയേൽ എന്ന് പറയുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഈ കുഴിയിലേക്ക് എറിയപ്പെടുന്നു. And here we see that Daniel, a handsome young man, is thrown into this pit. തനിക്ക് കിട്ടിയ ഭക്ഷണം കഴിക്കുവാനായി ആവേശത്തോടെ ചാടുവാൻ ശ്രമിക്കുന്ന സിംഹത്തെ നാം കാണാം. And we see the lions which are ready to jump and kill this young man. എന്നാൽ verse 22 നാം വായിക്കുന്നു, ദൂതന്മാർ അതിന്റെ വായെ അടച്ചു കളഞ്ഞു. But in verse 22 we read that the angels came and shut the mouth of the lion. സർവശക്തിയും പ്രയോഗിച്ച് സിംഹം മൂവ് ചെയ്യുവാൻ ചാടുവാൻ നോക്കിയെന്നുവരെങ്കിലും അതിന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. The lion could have used all their might to move and jump on Daniel, but they couldn't do that. ഇരയെ കിട്ടിയാൽ കൈകൊണ്ട് ചാടി പിടിച്ച് നിലക്കടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുന്ന സിംഹത്തിന് ഒരു ഇഞ്ച് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. The lion that will jump on the prey and kill the prey immediately could not move at all. നമുക്ക് ഈ മൃഗത്തോട് ചോദിക്കും, എന്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ല? Let's ask this lion, why couldn't you move? ജോബ് 12 നാം വായിക്കുന്നു, അതിനെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. And based on Job 12 we can understand that the lion would say that God did not permit me to touch him. ദൈവത്തിന്റെ അനുവാദമില്ലാതെ നമ്മെ തൊടുവാൻ ശത്രുവിന് കഴിയുകയില്ല എന്ന് ഈ മൃഗം നമ്മോട് പറയുന്നു. This animal will teach us that without God's permission an enemy cannot touch us. ദൈവത്തിന്റെ വലിയ സംരക്ഷണം നാം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. And we all are enjoying that protection of God each day. തന്റെ ഭക്തന്മാരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന കരുണയുള്ള ദൈവം. Our God is a merciful God who takes care of his saints like the apple of the eye. ഇവിടെ ജോബ് പറയുന്നു, മൃഗത്തോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. Job is saying that ask the animal and he will teach you. വേറൊരു മൃഗത്തെ നമുക്ക് പരിചയപ്പെടാം. Let's look at another animal. Genesis chapter 22 verse 13. Genesis 22 verse 13. ഇവിടെ ഒരു ആണ് ആട്ടിൻകുട്ടിയെ നാം കാണുന്നു. And there we see a male ram. ഇസാക്കിന് പകരം അറുക്കപ്പെട്ട ഒരു ആട്ടുകൊറ്റൻ. There we see a ram which was slaughtered in place of Isaac. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കൊല്ലപ്പെടേണ്ടത് ഇസാക്കായിരുന്നു. It was Isaac who had to be killed there to please the Lord. അവസാന നിമിഷം വരെ അബ്രഹാമിനും ഐസക്കിനും യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. And till the last moment Abraham and Isaac didn't have any hope. ഇസാക്ക് മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങൾ. And those were the moments when Isaac saw death in his front. തന്റെ പിതാവിന്റെ കത്തി തന്റെ കഴുത്തിന്റെ ഞരമ്പുകൾ മുറിക്കുന്ന ആ രംഗം കണ്ണുകൊണ്ട് ഹൃദയത്തിൽ കാണുന്ന ഒരു Isaac. We see Isaac he was seeing that how his father's knife was going to kill him. അവന്റെ ചുടുരക്തം യാഗപീഠത്തിൽ കൂടെ ഒഴുകുന്ന കാഴ്ച അവന്റെ മനസ്സിലും കണ്ടു കാണും. And Isaac must have imagined the scene when his blood would be flowing on the altar. തന്റെ പുത്രന്റെ രക്തം തന്റെ കൈകൊണ്ട് ഒഴുക്കേണ്ട ആ ദുഃഖകരമായ രംഗം അബ്രഹാമിന്റെ ഒരു പിതാവിനെ തകർത്ത് കാണും. And Abraham's heart must have been broken by thinking of how I'm going to sacrifice my own son. എന്നാൽ ഇതാ ഇവിടേക്ക് ഒരു പകരക്കാരൻ കടന്നു വരും. But here we see a substitute is provided. യാതൊരു കുറ്റവും ചെയ്യാതിരുന്ന ഒരു ആട്ടുകൊറ്റൻ അറുക്കപ്പെടുന്നു. There we see a ram which did not do any mistake was slaughtered. തന്റെ ജീവൻ വിലയായിട്ട് കൊടുക്കുന്നു. And that animal gave his life. ഈ ആട്ടുകൊറ്റനോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഇതിന്റെ കാരണം? Let's ask this ram, what is the reason behind it? അവൻ നിശബ്ദമായിട്ട് പറയുന്നു, 2000 കൊല്ലങ്ങൾ കഴിഞ്ഞ് കാൽവറിയിൽ അറുക്കപ്പെടുന്ന ദൈവകുഞ്ഞാടിന്റെ നിഴലാണ് ഞാൻ. And he will silently tell you that I am a shadow of someone who is going to come after 2000 years, which is the son of the God. ദൈവപുത്രന്റെ ജീവൻ മറുവിലയായി കൊടുക്കുന്ന, ദൈവപുത്രന്റെ ജീവൻ നമുക്ക് വേണ്ടി തരുന്ന ആ രംഗം മൂകമായ ഭാഷയിൽ ഈ ആട്ടുകൊറ്റൻ നമ്മോട് സംസാരിക്കും. Ram will tell us that I am the shadow of the Lord Jesus Christ who is going to come after 2000 years and going to die for the whole world. Job chapter 12:9 നാം വായിക്കുന്നു, യഹോവയുടെ കൈ
ഇത് പ്രവർത്തിച്ചിരിക്കുന്നു. And in Job chapter 12 verse 9 we read that it is the Lord's hand who has done this. നാം രണ്ട് മൃഗങ്ങളെ കണ്ടു. We saw two animals. ഒരു മൃഗം നമ്മൾ പറയുന്നു ശത്രു നിന്നെ തൊടുകയില്ല. One animal is teaching us that enemy will not touch us. നാം എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ശത്രു നമ്മെ തൊടുകയില്ല. നമ്മുടെ ജീവൻ അപായം വരുത്തുവാൻ ദൈവത്തിന്റെ അനുവാദം വേണം. And wherever we might be, the enemy cannot touch us without God's permission. മറ്റു മൃഗം നമ്മൾ സംസാരിക്കുന്നു, ഞാൻ ഒരു പകരക്കാരനാണ്. And the other animal taught us that I am a substitute. ഇന്ന് രാവിലെ ഞാൻ സഭയായിട്ട് വന്ന് ആ പകരക്കാരനെ ഓർത്തു. And this morning we came together and remembered our substitute. ഈ ആട്ടുകൊല്ലനെ പോലെ യാതൊരു കുറ്റവും ചെയ്യാതിരുന്നവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു, അവന് ചുടുരക്തം നമുക്ക് വേണ്ടി ഒഴുകി. And just like this ram, he did not do any sin, but still he was slaughtered, he was sacrificed for us. യോ പറയുന്നു, മൃഗങ്ങളോട് ചോദിക്കുക, അവൻ നിന്നെ ഉപദേശിക്കും. Job is telling us, ask the animals and they will teach you. ഇതുപോലെ അനേകം മൃഗങ്ങളുടെ കഥകൾ നമുക്ക് തിരുവനന്തപുരത്തിൽ വായിക്കാൻ കഴിയും. We could read a lot of stories of different animals in the Bible. അനേക യാഗങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെടുന്ന മൃഗങ്ങളുടെ കഥ നമുക്കറിയാം. We know about many animals which were sacrificed in the Bible. നമുക്ക് സംസാരിക്കാൻ സമയമില്ലല്ലോ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. പക്ഷികൾ. We will go into the next topic, which is birds. നാം വായിക്കുന്നു, ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. And here it says, ask the birds of the sky and they will teach you. 1 King chapter 17 verse 1 to 5. 1 King chapter 17 verse 1 to 5. അവിടെ നാം ഒരു കൂട്ടം പക്ഷികളെ കാണും. There we see a group of birds. കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുന്ന ഏലിയ പ്രവാചകൻ. And we see Elijah who is hiding in a creek. അതിഭയങ്കരമായ ക്ഷാമം. And it's a big famine there. എവിടെയും ഭക്ഷണമില്ല. And people have no food. എന്നാൽ ഏലിയാവിന് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം ഏർപ്പാട് ചെയ്ത് ഒരു കൂട്ടം പക്ഷികളെയാണ്. And God provided a few birds to bring food to Elijah. യഹൂദന് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ അത് ആ കഴിച്ചു കഴിയുന്നവരെ പ്രത്യേകമായ ചില നിയമങ്ങളുണ്ട്. In Jewish law there are a few things to be observed since the beginning of preparation of food until you finish the food. എല്ലാ ഭക്ഷണവും കഴിക്കാൻ അവന് അനുവാദമില്ല. They cannot eat any kind of food. കുക്ക് ചെയ്യുന്നത് മുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയം വരെ ചിട്ടയായിട്ട് പാലിക്കേണ്ട ചില യഹൂദ നിയമങ്ങളുണ്ട്. There were few laws rules which they had to follow since the beginning of cooking the food and until consuming the food. അവിടേക്കാണ് ഈ പക്ഷികൾ ആഹാരമായി വരുന്നത്. And that's where these birds are coming with food. ഈ പക്ഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു വൃത്തിഹീനമായ പക്ഷിയാണ്. And about this bird we know that it's a dirty bird. ചീത്തയും വൃത്തിഹീനമായ ഭക്ഷണം കഴിക്കുന്നതാണ് ഈ പക്ഷികൾ. And we know that these birds eat dirty things. ഈ വൃത്തിഹീനമായ ഭക്ഷണം എങ്ങനെ ഈ പ്രവാചകൻ കൊണ്ടു കൊടുക്കുവാൻ ദൈവം അനുവദിക്കും? തന്റെ നിയമം ലംഘിക്കുവാൻ ദൈവം പറയുമോ? How would God allow such a dirty bird to bring food for his own prophet? Will God break his own rules? വേദപണ്ഡിതൻ പറയുന്നത്, ഏതോ ഒരു ദൈവഭക്തനായ മനുഷ്യൻ വളരെ യഹൂദ നിയമം അനുസരിച്ച് ഭക്ഷണം പാചകം ചെയ്ത് വളരെ ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് ഈ പക്ഷിയെ ഏൽപ്പിച്ചു. Some scholar has said that some Jewish cook who followed all the rules prepared the food according to the rules and packed it, and then the bird took that food to Elijah. രണ്ടു നേരം ആഹാരം കൊടുക്കുവാൻ ഈ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കാഴ്ച നമ്മൾ ഓർത്തു നോക്കും. And think about the scene where birds are bringing those food to Elijah 2 times a day. പക്ഷികളുടെ ചുണ്ടിലോ അല്ലെങ്കിൽ കാലിലോ ആയിരിക്കണം ഈ ഭക്ഷണം കൊണ്ടുപോകുന്നത്. And the birds must have been taking the food with their beak or their legs. രണ്ടു നേരം ഈ ഭക്ഷണം കൊണ്ടുപോകണമെങ്കിൽ കുറഞ്ഞ അര ഡസൻ പക്ഷികളെങ്കിലും വേണം അവിടെ. To take the food 2 times a day, there must have been at least half a dozen birds on the duty. ഈ ദൈവഭക്തൻ കൊടുത്ത ഭക്ഷണവുമായി കെരീത്ത് തോട്ടിലേക്ക് പറന്നു പോകുന്ന ആ പക്ഷികളെ നാം ശ്രദ്ധിക്കുക. Think about those birds who took this food from some godly Jew and took it to Elijah. അതിങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് പറന്നു പോകുന്നു, യാതൊരു ഡിവൈസിന്റെ ഹെൽപ്പും ഇല്ലാതെ. Think about those birds which are going exactly to the destination without any external help. ഈ പക്ഷിയുടെ ചുണ്ടിലിരിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. And what the bird is carrying is a food that the bird will like very much. ആ ഭക്ഷണത്തിന്റെ വാസന തീർച്ചയായും പക്ഷികളെ സ്വാധീനിച്ചിരിക്കും. And the smell of that good food must have tempted the birds.
എന്നാൽ അതൊരു ലക്ഷ്യമുണ്ട്. But the bird had a destination. ഏലിയാവ്. Elijah was that destination. അതിനോട് കൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. And God is the one who commanded the bird. തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ലക്ഷ്യത്തിലേക്ക് അവ പറന്നു പോകുന്നു. And these birds are obeying the commandment of their creator and they are flying to the destination. ഇതൊരു പൂർണ്ണമായ absolute and perfect surrender and self denial, തന്നെത്താനെ ഒഴിച്ചുള്ള ഒരു പരിപൂർണ്ണ സമർപ്പണം നാം ഇവിടെ കാണും. So the birds are teaching us the self denial and the absolute surrender to the commandment of the creator. നമ്മുടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന കാര്യത്തിൽ നാം എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരാണ്. Let's examine ourselves and see how much we are true to obeying the commandment of our Lord. സാഹചര്യങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ നമ്മെ എന്തുമാത്രം വഴിതെറ്റിക്കുന്നുണ്ട്. Many times the circumstances and the temptations deviate us. ഈ കാക്കകളോട് ചോദിക്കുക, അവ പറഞ്ഞത്. But ask these ravens and they will teach you. യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു. And it is God's hand which has done this. വേറെ ഒരു കൂട്ടം പക്ഷികളെ നമുക്ക് കാണാം. Exodus chapter 16 verse 12 and 13. Exodus chapter 16 verse 12 and 13 we see another group of birds. ഏകദേശം 30 ലക്ഷം ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിലാണ്. And we see that around 3 million Jewish people are walking through the wilderness. അവർക്ക് മീറ്റ് വേണം എന്ന് ആവശ്യപ്പെടുന്നു. And they are demanding meat. ഈ 30 ലക്ഷം ജനങ്ങൾക്ക് ഈ മരുഭൂമിയിൽ എവിടുന്ന് മീറ്റ് അറേഞ്ച് ചെയ്യാൻ കഴിയും? Where would these 3 million people will get meat in the wilderness? എത്ര വേട്ടക്കാർ വിചാരിച്ചാൽ ഇതിനാവശ്യമായ മീറ്റ് കൊണ്ടുവരാൻ കഴിയും? How many hunters will have to try to get some meat for all these people? എന്നാൽ നാം വായിക്കുന്നത് തന്റെ ജനത്തിന് മരുഭൂമിയിൽ ഭക്ഷണം കൊടുക്കുവാൻ ദൈവം ആ പാളയത്തെ മുഴുവൻ മൂടത്തക്കവണ്ണം കാടപ്പക്ഷി അറേഞ്ച് ചെയ്യുന്നു. We read that to give food, to meat to his own people, God brought quails and filled the whole camp. ലക്ഷക്കണക്കിന് കാടപ്പക്ഷികൾ ദൈവത്തിന്റെ ആ ഓർഡർ സ്വീകരിച്ച് ആ ക്യാമ്പിലേക്ക് വന്ന് അവർക്ക് ആഹാരമായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. And we see that the quails, those birds, obeyed the commandment of the Lord and they dropped themselves in the camp to be food for Lord's people. ദൈവത്തിന്റെ സർവശക്തി നാം ഇവിടെ കാണും. And we see God's almighty power in this scene. അതുകൂടാതെ ഈ കാടപ്പക്ഷികൾക്കറിയാം ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമാണ്. And these quails knew that this is going to be the end of our lives. ഞാൻ ആവർത്തിക്കട്ടെ, പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. Let me repeat, ask the birds and they will teach you. യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു ഇയ്യോബ് പറയുന്നു. And Job says it is the Lord's hand which has done this. ഇത് നമുക്ക് മൂന്നാമത്തേത് ഭൂമിയോട് സംസാരിക്കാം. Let's look at the third one. Ask the earth. Numbers 16:30 and 31. Numbers 16:13 and 30 and 31. 30 and 31. നാം ഇവിടെ കാണുന്നത് കോര എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ നേതാവിനെയാണ്. We see an Israelite leader here named Korah. ദൈവത്തോടും ദൈവത്തിന്റെ വിശുദ്ധന്മാരോടും മത്സരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. We see a group of people who rebelled against God and God's people leaders. വിറുവിറുപ്പ്, മത്സരം, ശാഠ്യമുള്ള ചില മനുഷ്യർ. They rebelled, they murmured, and they stood against the laws of God. ദൈവം വെറുക്കുന്ന ഏറ്റവും ഒന്നാണ് വിറുവിറുപ്പ്, മത്സരം, ശാഠ്യം. And it is something that God hates so much, the rebellion, murmuring and stubbornness. ആരോടും മോശയോടും മത്സരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നാം ഇവിടെ കാണുന്നു. We see a group of people who rebelled against Aaron and Moses. പാറൻ മരുഭൂമിയിൽ പിളർക്കപ്പെട്ട ഒരു ഭൂമി നാം കാണുന്നു. There we see that the earth split open. ആ പിളർക്കപ്പെട്ട ഭൂമിയോട് നമുക്ക് ചോദിക്കാം. And let's ask that split open earth. ഈ മത്സരിച്ച ജനങ്ങളെ ഭൂമി വാ പിളർന്ന് മുഴുവൻ വിഴുകിക്കളഞ്ഞു. And there we read that the earth split, opened its mouth and swallowed the people who rebelled against God. നമ്മെ വളരെ ഭയപ്പെടുത്തുന്ന വിഷയമായിട്ട് തിരിക്കുന്നു. This is a terrible story for us. ദൈവത്തെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. It is our duty to obey and fear God.
ജീവിത വിശുദ്ധി അവൻ നമ്മളുടെ ഡിമാൻഡ് ചെയ്യുന്നു. And the holiness, personal holiness is something he demands from us. നാം ഇന്ന് രാവിലെ ഈ കർത്തൃമേശ ആചരിച്ചു. This morning we observed God's Lord's table. അവിടെ നാം 1 Corinthians chapter 11 നാം വായിക്കുന്നു, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ സംബന്ധിക്കും. 1 Corinthians chapter 11 we read that a person should examine himself before partaking from the Lord's table. അങ്ങനെ ചെയ്യാതെ സംബന്ധിച്ചാൽ ചില രോഗികളാകും, ചിലർ നിദ്രവും. If you do not examine yourselves and partake from Lord's table, some people fall sick and some people sleep. നമ്മുടെ മധ്യത്തിൽ ഇതിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു പോയി ഞാൻ ഭയപ്പെടുന്നു. And sometimes I fear that the significance of the Lord's table is diminishing in our midst. Last weekil വന്നുപോയ കുറവുകൾ ദൈവസ്ഥലിൽ ഏറ്റു പറയാതെ ഒരു കാരണവശാലും ഈ കർത്തൃമേശ സംബന്ധിക്കാൻ പാടില്ല. Whatever the mistakes you have committed in the last week should always be confessed, and then only should partake from the Lord. കോറയോട് ഇടപെട്ട അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. The Lord who dealt with the sons of Korah is still alive. 280 പേരെ ഭൂമി പിളർന്ന് അവരെയും അവരുടെ സ്വത്തുക്കളും അവരുടെ സകല കാര്യങ്ങളും ഒന്നിച്ച് ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. We read that around 250 people were swallowed down who rebelled against God. ദൈവം സ്നേഹിക്കുന്നു, അതേസമയം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയുമാണെന്ന് മറക്കുവാൻ പാടില്ല. We should remember that God is love, but at the same time He is a consuming fire too. ഭൂമിയോട് സംസാരിക്കുക, അത് നിന്നെ ഉപദേശിക്കും. Ask the earth and it will teach you. ഈ കോറയെ വിഴുങ്ങിയ ഭൂമിയോട് ചോദിക്കുക, അത് നമുക്ക് പറഞ്ഞു തരും. സൂക്ഷിക്കണം, ഭയപ്പെടണം, ദൈവം അതിഭയങ്കരനാണ്, അതിവിശുദ്ധനാണ്. The earth that swallowed sons of Korah, ask that earth and the earth will teach you that the Lord is a consuming fire. യഹോവയുടെ കയ്യിൽ പ്രവർത്തിച്ചാണ് ആ വാക്യം വീണ്ടും ആവർത്തിക്കട്ടെ. Let me repeat again, it is the Lord's hand which has done this. ഒരു വേറെ എക്സാമ്പിൾ, Joshua chapter 6 verse 20. Joshua chapter 6 verse 20, another example we see there. അവിടെ നാം തകർന്നു കിടക്കുന്ന ഒരു മതിൽ കാണുന്നു. ഭൂമിയോട് ചോദിക്കുക, ഒരു തകർന്ന മതിൽ നാം കാണുന്നു. There we see a destroyed wall and ask the earth. ജെറിക്കോ പട്ടണത്തിന് ചുറ്റും പണിതിരുന്ന ഒരു മതിൽ. That was a big wall around the city of Jericho. ആരും അതിനകത്ത് കയറാതിരിക്കുവാൻ വളരെ ബലിഷ്ഠമായി പണിതിരിക്കുന്ന മതിൽ. There was a strong wall which will not allow anybody enter into the city. ആ മതിൽ ഇന്നിവിടെ. And where is that wall today? യോശുവയുടെയും ജനത്തിന്റെയും കാഹളശബ്ദത്തിന് മുമ്പാകെ ആ മതിൽ തവിട്ടുപൊടിയായി വീഴുന്ന രംഗം നാം കാണും. And when Joshua and his people blew the trumpet, before that sound the wall crumbled. ഇസ്രായേൽ ജനതയുടെ ഒരു തുള്ളി രക്തം പോലും ഇതിനുവേണ്ടി ചൊരിയപ്പെടേണ്ടി വന്നില്ല. And none of the Israelites had to spill their blood for this cause. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. Our God is a God of miracle. അവൻ അത്ഭുതങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. He is still doing miracles. വേർപെട്ട ജനം നാം അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ നാം അത് ബാനർ കെട്ടി പരസ്യപ്പെടുത്തില്ലെന്നേ ഉള്ളൂ. We all believe in miracles, but many times we don't publicize it. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തുമാത്രം അത്ഭുതങ്ങൾ അവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. How many miracles God has done in our own lives. ഈ പ്രായം വരെ നാം ഒക്കെ ജീവിച്ചിരിക്കുന്നത്, എന്നെക്കൂടെ ഞാൻ പറയുന്നത്, ഈ പ്രായം വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവാണ്. Is it our might or our strength that we are still alive? എത്രയോ പ്രാവശ്യം നാം അനർത്ഥം, ആപത്ത്, മരണം മുന്നിൽ കണ്ടിട്ടുണ്ട്. How many times we have seen death and danger in front of us. നാം ഡ്രൈവ് ചെയ്യുമ്പോൾ, പ്ലെയിനിൽ പോകുമ്പോൾ, ഈ മദ്യപന്മാരും കൊള്ളരാത്തവരും ഓടിക്കുന്ന പ്ലെയിനിലും ട്രെയിനിലും യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? When we are traveling in planes and buses and other vehicles which are driven by ungodly people, who is protecting us? ദൈവത്തിന് വലിയ കരുണ. It is God's mercy. തന്റെ ജനത്തോട് അവൻ കരുണ കാണിക്കുന്നു. He is showing mercy to his people. തന്റെ ജനത്തിന്റെ ഒരു തുള്ളി രക്തം പോലും ചൊരിയാതെ എരികോ മതിൽ തകർക്കപ്പെടുന്നു. ജനം ആ പട്ടണത്തിൽ പ്രവേശിച്ചതിനെ കൈവശപ്പെടുന്നു. God allowed the wall to crumble without spilling a drop of blood from his own people. ഭൂമിയോട് ചോദിക്കുക, അത് പറഞ്ഞത്. Ask the earth, it will teach you. കോറയ്ക്ക് വേണ്ടി തുറന്ന ആ ഭൂമിയോട് ചോദിക്കുക, അത് ദൈവത്തിന്റെ മഹാശക്തിയെ വെളിപ്പെടുത്തും. And ask the earth which opened the mouth and swallowed those people, that earth will teach you that God is almighty. ജെറിക്കോ മതിലോട് ചോദിക്കുക,
ആ ദൈവത്തിൽ വലിയ പ്രൊട്ടക്ഷൻ നമ്മളോട് സംസാരിക്കും. Oh, and ask the walls of Jericho, that will teach you the great protection of our Lord. അടുത്തതായി മത്സ്യങ്ങളോട് നമുക്ക് സംസാരിക്കാം. Oh, now let's talk to fish. നാം ആദ്യം കരയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളെ പറ്റി ഓർത്തു. Oh, first we talked about the animals that walks on the land. ആകാശത്തിലെ പക്ഷികളെ പറ്റി ഓർത്തു. We talked about the birds of the air. ഭൂമിയെ പറ്റി ഓർത്തു. And talked about the earth. ഇനി നാം ഓർക്കുന്നത് സമുദ്രത്തെ പറ്റിയാണ്. Now we are going to talk about the ocean. ഈ 4 രംഗങ്ങളിൽ നാം മനുഷ്യനെ കാണുന്നില്ല. Oh, in all these 4 places we don't see men. യോ പറയുന്നു ഇത് നിന്നോട് സംസാരിക്കുന്ന വചനമാണ്. Job is saying that ask these living and non-living things, they will teach you. എന്നോടും നമ്മുടെ ഓരോരുത്തരോടും ഈ 4 ക്രിയേഷൻസ് സംസാരിക്കുന്നു. And these 4 creations are talking to each one of us. നമുക്ക് ഒരു കൂട്ടം മത്സ്യങ്ങളോട് ചോദിക്കാം. Luke chapter 5 verse 1 to 11. Let's ask a few fish in Luke chapter 5 verse 1 to 11. ഇവിടെ നാം വായിക്കുന്നു ജനനം കൊണ്ടും തൊഴിൽ കൊണ്ടും സമൃദ്ധരായ ഒരു കൂട്ടം ഫിഷർമാൻ. We see a group of fishermen who are prosperous and skilled. പീറ്റർ പത്രോസും ചില ശിഷ്യന്മാരും. We see Peter and a few other fishermen. അനേക വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ തൊഴിലിൽ വളരെ കഴിവുള്ളവരാണ് ഈ പീറ്ററും കൂട്ടരും. And we know that Peter and other fishermen, they were experienced, they were skilled. വെള്ളത്തിന്റെ ഒഴുക്കും കാറ്റിന്റെ ഗതിയും കണ്ട് ഇവിടെ ഫിഷ് ഈ സമുദ്രത്തിൽ കിട്ടുന്നവർക്കറിയാം. They can look at the way of the wind and the way of the ocean, and they can determine where they can find fish. അവരുടെ ഉപജീവനമാണ് ഫിഷിംഗ്. That was their livelihood. ഇവിടെ നാം വായിക്കുന്നു വളരെ ശ്രമിച്ചിട്ടും ഒരു മീനിനെ പോലും കിട്ടിയില്ല. But there we see that they tried a lot, but they couldn't catch even one fish. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനിനെ പോലും കിട്ടിയില്ല. There we read that they toiled the whole night but could not catch a fish. അവിടെ ഒരു യുവാവ് കടന്നു വരുന്നു. And there a young man is coming. അവനൊരു ആശാരിയാണ്. And he is a carpenter. ആശാരിക്ക് കടലിലെ മീനിന്റെ ഗതിയെ പറ്റി എന്തറിയാം? And what does a carpenter know about the fish and the ocean? ആ ആശാരി ഈ ഫിഷർമാനോട് പറയുന്നു മുന്നോട്ട് നീക്കി വലയിറക്കുക. And this carpenter is telling those skilled fishermen that cast your net over there. സർവജ്ഞാനിയായ ഒരു ആശാരി പറയുന്നു മുന്നോട്ട് നീക്കി വലയിറക്കുക. And this carpenter who is the Almighty God is telling them cast your net over there. നാം വായിക്കുന്നു വലയിലേക്ക് പെരുത്ത മീൻകൂട്ടം. And there we read that a multitude of fish was in the net there. സൃഷ്ടാവിന്റെ ഇംഗിതം മനസ്സിലാക്കിയ ആ മീൻകൂട്ടം വലയിലേക്ക് കയറുന്നു. And the fish who obeyed the commandment of the Creator came and entered the net. അവിടെ ഈ മീൻകൂട്ടത്തിന് അറിയാം ഞങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോകാം. These fish knew that their life is going to end. എന്നാൽ സൃഷ്ടാവിന്റെ ആഗ്രഹത്തിന് മുന്നിൽ തങ്ങളെ തന്നെ ബലിയർപ്പിക്കുന്ന മത്സ്യക്കൂട്ടം. But think about those fish who are ready to sacrifice ignore their life in front of the commandment of the Creator. സമുദ്രത്തിലെ മത്സ്യത്തോട് ചോദിക്കുക, അവൻ നിന്നോട് സംസാരിക്കും. As the fish of the oceans, they will teach you. എന്റെ സമ്പത്ത് എന്റെ കർത്താവിന് വേണ്ട. Oh, he doesn't need my money. എന്റെ കഴിവുകളൊന്നും അവന് വേണ്ട. He doesn't need my abilities. എന്റെ ജീവിതമാണ് അവന് വേണ്ട. Oh, he needs my life. ഈ മത്സ്യം പറയുന്നു നിന്റെ ജീവിതം എനിക്ക് തരിക. Oh, these fish are telling us, give our life to Lord. അടുത്ത കൂട്ടം മത്സ്യത്തിന് ഒരു മത്സ്യം Jonah chapter 1 verse 17. And look at another fish in Jonah chapter 1 verse 17. ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച യോനയെ ശിക്ഷിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ മഹാമത്സ്യം. Oh, think about that great fish that God commanded and appointed there to punish his own prophet who was running away from him. യോന വിഴുങ്ങിയ മത്സ്യം. യോനയെ വിഴുങ്ങിയ മത്സ്യം. Think about that fish who swallowed Jonah. ജീവനോടെ യോനയെ വിഴുങ്ങുക. Oh, he is swallowing Jonah alive. ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ഈ പ്രവാചകൻ നിലവിളിക്കുന്നു, സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. And we read in the Bible that this prophet is crying and praying and talking in the belly of that fish. ഞാൻ മീനിനെ കഴിച്ചിട്ട് എന്റെ വയറ്റിൽ ഈ മീൻ കിടന്ന് എന്റെ ഫുഡ് കിടന്ന് ഞരങ്ങയും കരയും എന്തുമാത്രം വിഷമുണ്ടാകും. Oh, think about if I'm eating a fish and after that the fish starts speaking and crying in my stomach, how much pain it will cause. 3 ദിവസം ഈ മത്സ്യത്തിന്റെ ആ ഡൈജഷൻ മെക്കാനിസം വർക്ക് ചെയ്തില്ല. For 3 days the digestion mechanism of the fish did not work.
അത്ഭുതകരമായ വിഷയമല്ല അത്. Isn't it a miracle? വയറ്റിൽ ഇര വന്നാലുടൻ അതിനെ ഞെരിച്ച് പൊടിച്ച് വയറ്റിലെ വിധമായ ആസിഡ് കൊണ്ട് ദഹിപ്പിക്കേണ്ട ആ സ്ഥാനത്ത് ഈ മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നു. As soon as the prey comes in, the digestive juice comes out and starts digesting the prey. But in that place, we see that this prophet was well and alive for 3 days. പാപം ചെയ്തിട്ടും അനുസരണക്കേട് കാണിച്ചിട്ടും യോനയോട് മനസ്താപം കാണിക്കുന്ന ദൈവം. Our God who showed mercy to Jonah, though he rebelled and sinned against him. നാം പാപം ചെയ്താൽ ഒരു നിമിഷം പോലും ജീവനോടിരിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. If we sin, we shouldn't have been living for another moment. ദൈവം ദീർഘക്ഷമയുള്ളവനും മഹാദയയുള്ളവനും. But God is patient and he has long suffering. യോനെ വിഴുങ്ങി മത്സ്യത്തോട് ചോദിക്കാം, അത് നിനക്ക് പറഞ്ഞു തരും ദൈവം ആരാണ്. Ask the great fish that swallowed Jonah, ask him who God is. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. Let me read that portion once more. Verse 7 onwards. But ask now the beasts, and they shall teach thee, and the fowls of the air, they shall tell thee. Go speak to the earth, and it shall teach thee, and the fishes of the sea shall declare unto thee. Who knoweth not Lord this hand of the Lord hath wrought this. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മൃഗങ്ങളും ഈ പക്ഷികളും ഈ ഭൂമിയും സമുദ്രത്തിലെ ജീവികളും ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കും. These animals and the fish and the earth itself is declaring the glory of the Lord. ദൈവത്തിന്റെ വലിയ ദയ, വലിയ കരുണ, അതേസമയം ദൈവത്തിന്റെ സ്വഭാവമായ പാപത്തോടുള്ള വെറുപ്പ്, ഇതൊക്കെയും നാം ഇതിൽ കാണും. So through these animals we can learn several characteristics of God, his love, his mercy, at the same time his hatred towards sin. എനിക്ക് തോന്നിയ അവസരത്തിനായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. I am thankful for the opportunity which was given to me. May God bless all of us. വിശേഷിച്ച് കയ്യം പണിയോർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രാർത്ഥനയും സാധനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. Please pray for the KM.